നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മാള കുരുവിലശ്ശേരിയിൽ സ്ത്രീയുടെ മാല ബൈക്കിലെത്തിയ സംഘം പൊട്ടിച്ചു. ചുണ്ടങ്ങാപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന കുരുവിലശ്ശേരി സ്വദേശി ചുണ്ടങ്ങാപ്പറമ്പിൽ 65 വയസ്സുള്ള ശൈലജയുടെ 7 പവൻ തൂക്കമുള്ള മാലയാണ് ബൈക്കിലെത്തിയ സംഘം പൊട്ടിച്ചത്. അന്നമനട ഗ്രാമപഞ്ചായത്ത് മെറിറ്റ് ഡേയും VS അച്യുതാനന്ദൻ മെമ്മോറിയൽ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനവും നടന്നു. വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മാള കുരുവിലശ്ശേരിയിൽ സ്ത്രീയുടെ മാല ബൈക്കിലെത്തിയ സംഘം പൊട്ടിച്ചു. ചുണ്ടങ്ങാപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന കുരുവിലശ്ശേരി സ്വദേശി ചുണ്ടങ്ങാപ്പറമ്പിൽ 65 വയസ്സുള്ള ശൈലജയുടെ 7 പവൻ തൂക്കമുള്ള മാലയാണ് ബൈക്കിലെത്തിയ സംഘം പൊട്ടിച്ചത്. മാല പൊട്ടിക്കാൻ നടക്കുന്നതിനിടെയുള്ള പിടിവലിയിൽ 3 പവൻ തൂക്കമുള്ള മാലയുടെ ഭാഗം മോഷ്ടാക്കൾ കൊണ്ടുപോയി. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. ശൈലജയും മറ്റൊരു സ്ത്രീയും ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ എതിർദിശയിൽ നിന്ന് ബൈക്കിലെത്തിയവർ ശൈലജയുടെ മാല പൊട്ടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ബൈക്കിലുണ്ടായിരുന്ന ഒരാൾ ഹെൽമറ്റ് ധരിച്ചിരുന്നില്ല. മാല പൊട്ടിച്ച ശേഷം 3 മീറ്റർ മാറി മറ്റൊരു സ്ത്രീയെയും ആക്രമിച്ച് മാല പൊട്ടിക്കാൻ ശ്രമം നടന്നതായും പറയുന്നു. മാള പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണം ആരംഭിച്ചു. വീടിൻ്റെ അവിടെ നിന്ന് 300-400 മീറ്റർ അകലുണ്ട്. അത്ര എത്തിയിട്ടുണ്ട്. ചുണ്ടങ്ങാപ്പറമ്പ് അമ്പലത്തിൻ്റെ മുമ്പിലെ വളവിൽ വെച്ചിട്ട് ബൈക്ക് വന്നിട്ട് 2 ആളുകൾ മുന്നിലിരുന്ന ആളാണ് പൊട്ടിച്ചത്. ആൾ പൊട്ടിച്ചത്. ആൾക്ക് ഹെൽമെറ്റ് ഒന്നും ഉണ്ടായില്ല. എന്തോരം പോയിട്ടുണ്ട്? അപ്പം 3 പേരോളം പോയിട്ടുണ്ട്. കുറച്ച് ഭാഗം കിട്ടി. മീഡിയ ടൈം മാള. അന്നമനട കല്ലൂരിൽ സഹോദരങ്ങൾക്കൊപ്പം കളിക്കുന്നതിനിടെ കാണാതായ 4 വയസ്സുകാരൻ കുഴിയിലെ വെള്ളത്തിൽ വീണു മരിച്ചു. ആസാം സ്വദേശികളായ അജീസുർ റഹ്മാൻ, സൈറ ഭാനു ദമ്പതികളുടെ മകൻ 4 വയസ്സുള്ള സജീദുൽ ഹക്കാണ് വീടിന് സമീപത്തെ കുഴിയിൽ കെട്ടിനിന്ന വെള്ളത്തിൽ വീണു മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. സഹോദരങ്ങൾക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കെ കുട്ടിയെ കാണാതായതിനെ തുടർന്ന് സഹോദരങ്ങൾ അച്ഛനെയും അമ്മയെയും വിവരം അറിയിക്കുകയും അവരെത്തി നടത്തിയ തിരച്ചിലിലാണ് വീടിന്റെ അടുത്ത് ഓട്ട് കമ്പനിക്ക് വേണ്ടി മണ്ണെടുത്ത കുഴിയിലെ വെള്ളക്കെട്ടിൽ കുട്ടിയെ വീണുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ സമീപത്തെ ക്ലിനിക്കിലും തുടർന്ന് കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. മാള പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മീഡിയ ടൈം മാള. അന്നമനട ഗ്രാമപഞ്ചായത്ത് മികവ് മെറിറ്റ് ഡേയും VS അച്യുതാനന്ദൻ മെമ്മോറിയൽ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനവും നടന്നു. വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. എത്ര മാർക്ക് കിട്ടി എന്നുള്ളതിൽ വലിയ നോക്കേണ്ടതില്ല, എത്ര അറിയാം വിഷയത്തിൽ എന്നാണ് നോക്കുന്നത്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഷിഫ്റ്റ് ടെക്നോളജിയിലുള്ള വിദ്യാർത്ഥികൾ അപ്പം ചിലപ്പോൾ ഇന്ന് കിടന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിരിക്കും. പഠിക്കുക മാർക്ക് കൊണ്ട് കുറവാണ്. പക്ഷെ ഉറക്കത്ത് വിളിച്ച് ഷിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞാൽ ആൾ റെഡിയാണ്. ആ ബാച്ച് പുറത്തിറങ്ങി അന്ന് മുതൽ ജോലി കിട്ടി വരില്ല. ഏറ്റവും കൂടുതൽ ശമ്പളത്തോടു കൂടി ഇപ്പോഴും ജോലി ചെയ്യുന്നവരാണ്. ഏറ്റവും കുറവാണ് അവരാണ്. പക്ഷെ ഏറ്റവും ശമ്പളം കൂടുതലാണ്. അത് ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് കാണാൻ പോണ വിഷയം അറിയുമെന്ന് നോക്കാം. അപ്പോൾ വിഷയം അറിഞ്ഞ് പഠിക്കുക, ഇതാണ് ഇഷ്ടമുള്ള വിഷയം പഠിക്കുക. പണ്ടത്തെ പോലെ ഇപ്പോൾ ഡോക്ടർ അതുപോലെ എഞ്ചിനീയർ തന്നെ ആകുന്നില്ല. ഇപ്പോൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒത്തിരി ജോലി കിട്ടാതെ പുതിയ പുതിയ കോഴ്സുകൾ വരുന്നു. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ TK സതീശൻ, മഞ്ജു സതീശൻ, KK രവി നമ്പൂതിരി, ടെസി ടൈറ്റസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OC രവി, VV ജയരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, 100% വിജയം കൈവരിച്ച സ്കൂളുകൾ, SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾ എന്നിവരെ ആദരിച്ചു. കലാമണ്ഡലം ശിവൻ നമ്പൂതിരിയുടെ 6 വർഷത്തിലധികമായി തുടരുന്ന അരങ്ങിലെ കലാസപരിക്ക് സമാപനം. അരങ്ങിൽ നിറഞ്ഞാടിയ കൂടിയാട്ട ആചാര്യന്റെ അവസാന മുഖത്തെഴുത്ത് വിസ്മയം കാണാനെത്തിയ നിറഞ്ഞ സദസ്സ് അഭിനയ വിസ്മയം ആസ്വദിച്ചു. രാമചാക്യാരുടെ ഛായാചിത്രത്തിന് സമീപത്തു നിന്നായിരുന്നു അവതരണം. കലാമണ്ഡലം
കൂത്തമ്പലത്തിലെ അരങ്ങിൽ പാർവതി വിരഹം കൂടിയാട്ടത്തിൽ രൗദ്രഭാവം പൂണ്ട രാവണനെ അവതരിപ്പിച്ചാണ് അദ്ദേഹം തന്റെ വേദിയിലെ മുഖത്തെഴുത്ത് അവസാനിപ്പിച്ചത്. കലയുടെ ആദ്യാക്ഷരം പഠിപ്പിച്ച പൈങ്കുളം കലാമണ്ഡലത്തിൽ കൂടിയാട്ടം സ്ഥാപനവൽക്കരിച്ചതിന്റെ 60-ാം വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭത്തിലാണ് വരും തലമുറയ്ക്കായി വേദിയൊഴിയുന്നതായി അദ്ദേഹം പ്രഖ്യാപിച്ചത്. 1965-ൽ കേരള കലാമണ്ഡലത്തിലെ കൂടിയാട്ടം വിഭാഗത്തിൽ പഠനം ആരംഭിച്ച ശിവൻ നമ്പൂതിരി കൂടിയാട്ടത്തിലെ ആദ്യത്തെ 2 വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു. ചാക്യാർ സമുദായത്തിന് പുറത്തുനിന്ന് ആദ്യമായി ഈ കലാരൂപം പഠിച്ച വ്യക്തിയായിരുന്നു എന്നതായിരുന്നു സവിശേഷത. ചാക്യാർ കൂത്ത്, നങ്ങ്യാർ കൂത്ത്, കഥകളി, നാടകം, സിനിമ, സീരിയൽ, ബാലെ എന്നീ മേഖലകളിലും നിരവധി കഥാപാത്രങ്ങൾ ഇക്കാലത്തിനിടയിൽ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. അമ്മങ്കോട്ട് മനക്കൽ മാധവൻ നമ്പൂതിരിയുടെയും ദേവകി അന്തർജനത്തിന്റെയും 3 ആൺമക്കളിൽ ഇളയവനായി 1950-ൽ ജനിച്ച ശിവൻ നമ്പൂതിരിക്ക് കൂടിയാട്ടത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് രാജ്യം പത്മശ്രീ സമ്മാനിച്ചു. ശിവൻ നമ്പൂതിരിയുടെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം പാരീസിലായിരുന്നു. യുനെസ്കോയുടെ മാസ്റ്റർ പീസായ ഓറൽ ആൻഡ് ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജിൽ ഉൾപ്പെടുത്തുന്നതിനായി പരിഗണിക്കേണ്ട കലാരൂപങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനായി യുനെസ്കോ ജൂറിയുടെ മുമ്പാകെ കൈലാസോദ്ധാരണം, പാർവതി വിരഹം എന്നീ 2 നാടകങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു. ഷോയ്ക്ക് ശേഷം കൂടിയാട്ടം ഉൾപ്പെടുത്താൻ ജൂറി അംഗീകാരം നൽകിയിരുന്നു. മീഡിയ ടൈം, തൃശൂർ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് മാള, അമ്പഴക്കാട്, കൊമ്പത്തുകടവ്, സെന്റ് ഫ്രാൻസിസ്, മുട്ടിക്കൽ, സെന്റ് ജോസഫ് ഫൊറോന ദേവാലയങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. വിവിധ സംഘടനകളും ദേവാലയങ്ങളും രാഷ്ട്രീയ പാർട്ടികളും കഴിഞ്ഞ 8 ദിവസങ്ങളായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയായിരുന്നു. കന്യാസ്ത്രീമാർക്ക് ഇന്ന് ഉപാധികളോടെ ജാമ്യം ലഭിച്ചു. 9-ാം ദിവസമാണ് NIA കോടതി ജാമ്യം അനുവദിച്ചത്. 50,000 രൂപ കെട്ടിവെക്കണം, പാസ്പോർട്ട് ഹാജരാക്കണം, രാജ്യം വിടരുത് എന്നിവയാണ് ജാമ്യ ഉപാധികൾ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് മാള ഫൊറോന പള്ളിയുടെ നേതൃത്വത്തിൽ മാള ടൗണിൽ പ്രതിഷേധ റാലിയും പ്രതിഷേധ സമ്മേളനവും സംഘടിപ്പിച്ചു. ഇടവകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലികൾ മാള ടൗണിൽ ഒത്തുചേർന്നു. തുടർന്ന് നടന്ന പ്രതിഷേധ സമ്മേളനം ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജോളി വടക്കൻ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയുള്ള ആളുകളെ എന്റർടൈൻ ചെയ്യുന്നു. അവരുടെ ലഡുവും കേക്കും ഒന്നും തിന്നാൻ വേണ്ടി ഇവരാരും കാത്തിട്ട് നിൽക്കുന്നില്ല. നേതൃത്വത്തിലുള്ള എല്ലാവർക്കും ഷുഗറാണ്. ഇവരുടെ ലഡുവും കേക്കും ഒന്നും ഞങ്ങൾക്ക് ആർക്കും വേണ്ട. ഞങ്ങൾ അത് നോക്കിയിട്ടല്ല ഞങ്ങൾ ജീവിക്കുന്നത്. നമുക്ക് പക്ഷേ ഇവിടെ ഈ ഭാരതത്തിന്റെ തനതായ ഒരു ആതിഥ്യ മര്യാദയുണ്ട്. അവിടെ ആര് കയറി വന്നാലും അവനെ 2 കൈയിൽ നീട്ടി നിൽക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഫോട്ടോ വെച്ച് ഞങ്ങളുടെ മത നേതാക്കന്മാരെ കൂടെ നിന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് അവിടെ ഇന്ന് ഒരിക്കലും പ്രോസിക്യൂഷൻ അവർക്ക് ബെയിൽ അപ്ലിക്കേഷന് എതിരായിട്ട് നിൽക്കില്ല എന്ന് പറഞ്ഞ് ഒരു ഉറപ്പുമില്ലാതെ ഇവിടുത്തെ നേതാവ് പോയതിന്റെ പുറകെ നമ്മൾ കേട്ടു അവിടെ ബെയിൽ അപ്ലിക്കേഷന് എതിരായിട്ട് പ്രോസിക്യൂഷൻ വാദിച്ചു. ഡിവൈൻ വോയ്സ് ചീഫ് എഡിറ്റർ PJ ആന്റണി, കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ, ഇടവക വികാരി ഫാദർ ജോർജ് പാറേമൻ, സഹവികാരിമാരായ ഫാദർ ജെർലിറ്റ് കാക്കനാടൻ, ഫാദർ മോബിൻ അറക്കൽ, സൊക്കോർസോ മതബോധന സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ജീസ് മരിയ CMC, കേന്ദ്ര സമിതി പ്രസിഡന്റ് ഡെന്നി പള്ളൻ, സംഘടനാ പ്രതിനിധി ഷീല ജോസ്, കൈക്കാരന്മാരായ തോമസ് ആലപ്പാട്ട്, തോമസ് പഴയാറ്റിൽ, പാസ്റ്റർ കൗൺസിൽ അംഗം ബാബു പാറേക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു. അമ്പഴക്കാട് സെന്റ് തോമസ് ഫൊറോന ഇടവകയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. പ്രതിഷേധ റാലിയുടെ സമാപന യോഗം ഇരിങ്ങാലക്കുട രൂപതാ വികാരി ഫാദർ ജോളി വടക്കൻ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോസ് അരിക്കാട്ട്, അസിസ്റ്റന്റ് വികാരി ഫാദർ റിജോ എടത്തിരുത്തിക്കാരൻ, മദർ സുപ്പീരിയർ സിസ്റ്റർ സ്റ്റെല്ല CSS, കൈക്കാരന്മാരായ തോമസ് ഇല്ലിക്കാണി, വിജി കണിച്ചായി, പോൾ തെക്കിനിയത്ത്, കുടുംബസമ്മേളന കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോയ് ഇലഞ്ഞിക്കൽ തുടങ്ങിയവർ പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകി. കന്യാസ്ത്രീമാർ, കുടുംബസമ്മേളന ഭാരവാഹികൾ, ഭക്തസംഘടനാ ഭാരവാഹികൾ, പ്രതിനിധി യോഗാംഗങ്ങൾ, ഇടവകാംഗങ്ങൾ തുടങ്ങി 100 കണക്കിന് ആളുകൾ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാരെ ജയിലിൽ അടച്ച സംഭവത്തിൽ കൊമ്പത്തുകടവ് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിന്റെയും മുട്ടിക്കൽ സെന്റ് ജോസഫ് ലത്തീൻ പള്ളിയുടെയും ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. വൈകിട്ട് സേവിയൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ നിന്ന് കൊമ്പത്തുകടവ് ജംഗ്ഷനിലേക്ക് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. സമാപന സമ്മേളനത്തിൽ ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജോളി വടക്കൻ, കൈക്കാരൻ ജോർജ് പട്ടേരി, കുടുംബസമ്മേളന കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോഷി പടുത്തുരുത്തി എന്നിവർ സംസാരിച്ചു. സെന്റ് ജോർജ് മഠം സുപ്പീരിയർ സിസ്റ്റർ അനിത ആന്റണി CHF പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കൊമ്പത്തുകടവ് പള്ളി വികാരി ഫാദർ ഫെബിൻ കൊടിയൻ,
മുട്ടിക്കൽ പള്ളി വികാരി ഫാദർ സിബിൻ കളറക്കൽ, കൈക്കാരന്മാർ, കുടുംബസമ്മേളന ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, മാള. MLAയുടെ ഇടപെടൽ നാഷണൽ ഹൈവേയിലെ അണ്ടർപാസിന് സാധ്യതയേറുന്നു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ സാഹിബിന്റെ പള്ളിനടയിൽ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന യാത്രാക്ലേശവും വിദ്യാലയത്തിലേക്കും പൊതുസ്ഥാപനങ്ങളായ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, വരാൻ പോകുന്ന മിനി സിവിൽ സ്റ്റേഷൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ആയുർവേദ ആശുപത്രി തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കും പൊതുജനങ്ങൾക്ക് എത്തിപ്പെടാൻ നേരിടുന്ന പ്രയാസങ്ങളെ ചൂണ്ടിക്കാട്ടി ET ടൈസൺ മാസ്റ്റർ MLAക്ക് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭീമഹർജി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അണ്ടർപാസ് അനുവദിക്കുവാൻ സാധിക്കുമോ എന്ന ആലോചനയിലേക്ക് സർക്കാർ എത്തിയത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ജില്ലയിലെ MLAമാരുടെ യോഗത്തിൽ ET ടൈസൺ MLA ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഏറ്റവും ആദ്യം വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊരു സ്ഥിതിയാണ് ആദ്യം വന്നിരുന്നത്. പിന്നെ അവർ ഫുഡ് ഓവർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു. ഫുഡ് ഓവർ ബ്രിഡ്ജ് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് പറ്റില്ല, ഇവിടെ നിന്നുള്ള ആൾക്കാർക്ക് അപ്പുറത്തേക്കുള്ള സംവിധാനം ഉണ്ടാകും. പണ്ട് നമ്മുടെ സ്കൂളും പള്ളിയും നമ്മുടെ പഞ്ചായത്തൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇപ്പോൾ അതിനേക്കാൾ ഗൗരവപ്പെട്ട വിഷയങ്ങൾ വേറെ. ഇവിടെയാണെങ്കിൽ തൊട്ടപ്പുറത്താണ് നമ്മുടെ മിനി സിവിൽ സ്റ്റേഷൻ വരാൻ പോകുന്നു. 30 സെന്റ് ഭൂമി നമ്മുടെ ഒരു വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് തന്നുകൊണ്ട്. അപ്പോൾ മിനി സിവിൽ സ്റ്റേഷൻ വരികയാണ്. അപ്പോൾ ആളുകൾക്ക് അങ്ങോട്ട് വേഗത്തിൽ പോകാൻ എല്ലാവർക്കും, ഈ പഞ്ചായത്തിൻ്റെ മാത്രമല്ല നമ്മുടെ മണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് വളരാണ്. തൊട്ടടുത്ത് തന്നെ വില്ലേജ് ഓഫീസ് വരികയാണ്. വില്ലേജ് ഓഫീസിലേക്ക് പോകുന്നതാണ്. വില്ലേജും പഞ്ചായത്തും ഒക്കെ ആയിട്ട് വലിയ രീതിയിൽ നമുക്ക് ബന്ധമാണല്ലോ, നമുക്ക് എപ്പോൾ വേണം. അതുകൊണ്ട് നമുക്ക് നിർബന്ധിതമായൊരു സ്ഥിതി വന്നു. ആ നിർബന്ധിതമായ സ്ഥിതി PWD മിനിസ്റ്റർ, മുഖ്യമന്ത്രി, അതുപോലെ ബന്ധപ്പെട്ട ഇവർ PD ഉൾപ്പെടെ NH അധികാരികൾ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള സഹായം. പ്രധാന വാർത്തകൾ വീണ്ടും. മാള കുരുവിലശ്ശേരിയിൽ സ്ത്രീയുടെ മാല ബൈക്കിലെത്തിയ സംഘം പൊട്ടിച്ചു. ചുണ്ടങ്ങാപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന കുരുവിലശ്ശേരി സ്വദേശി ചുണ്ടങ്ങാപ്പറമ്പിൽ 65 വയസ്സുള്ള ശൈലജയുടെ 7 പവൻ തൂക്കമുള്ള മാലയാണ് ബൈക്കിലെത്തിയ സംഘം പൊട്ടിച്ചത്. അന്നമനട ഗ്രാമപഞ്ചായത്ത് മെറിഡേയും VS അച്യുതാനന്ദൻ മെമ്മോറിയൽ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനവും നടന്നു. വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.